രാം നാരായണ റാം. അന്താരാഷ്ട്രത്തിൽ അനവധി നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ട്. ഭൂമിയിലെ ഒരു മനുഷ്യൻ ഇതിൻ്റെ എണ്ണം പറയാൻ കഴിയും. അത് അസാധ്യമായ കാര്യം. അന്താരാഷ്ട്രത്തിൻ്റെ ആഴവും നീളവും വീതിയും എത്രയെന്ന് ആരെങ്കിലും അളക്കാൻ കഴിയും? നമുക്ക് ഇത് അനുഭവിച്ച് കാണാൻ മാത്രമേ കഴിയൂ, എന്നാൽ അളക്കാനോ ലിടാനോ കഴിയില്ല. അതുകൊണ്ട് അന്താരാഷ്ട്രത്തിൽ ഉണ്ടായ അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവരുടെ സൃഷ്ടി ആകാശത്തിലാണ് ഉണ്ടായത്. ആരും ഇവയെ സൃഷ്ടിച്ചിട്ടില്ല. ആകാശത്തിൻ്റെ മടിയിൽ അവ നിവർന്നിരിക്കുന്നു. ഒരു കുഞ്ഞ് മാതാവിൻ്റെ മടിയിൽ സമൃദ്ധിയോടെ ഇരിക്കുന്നതുപോലെ. അതുകൊണ്ട് ആകാശം തന്നെ നമ്മുടെ മാതാവും പിതാവും ആണ്. അതാണ് എല്ലാം. ഈ ഭൂമിയിൽ എല്ലാ ജീവികളുടെയും നിലതുല്യമാണ്. എന്നാൽ മനുഷ്യൻ തന്നെ വ്യത്യസ്ത മതങ്ങളും ജാതി വ്യവസ്ഥയും സൃഷ്ടിച്ച് പക്വതയ്ക്ക് വഴി തുറന്നു. ഇത് ആളുകളുടെ മനസ്സിൽ ഭിന്നതയെ സൃഷ്ടിച്ചു. നമ്മൾ ഒരേ ഭൂമിയിലെ ജീവികളാണ്, ഒരു ഭൂമിയിൽ വസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ആകുന്നു സമൂഹം ജാതിയും മതവും പേരിൽ ഭൂമിയെ പല ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു? ഇത് തുടരുകയാണെങ്കിൽ ലോകം മുഴുവൻ ഒരുമിച്ച് ശത്രുതയിലേക്ക് നീങ്ങും. നമ്മൾ ശത്രുതയല്ല, പ്രണയത്തിൻ്റെ സന്ദേശം നൽകുന്നവരായി മാറണം. മനസ്സുകളിൽ വെറുപ്പല്ല, സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കണം. നമ്മുടെ ഭാരതം ഒരു മഹത്തായ ആത്മീയ ശക്തിയാൽ സമ്പന്നമാണ്. അത് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിനായി നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിൻ്റെ സ്വരത്തെ കേൾക്കണം. നമുക്ക് അറിയാൻ കഴിയാത്തത് നമ്മളിൽ 5 മൂലഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്. എല്ലാവരുടെയും ഹൃദയം, മസ്തിഷ്കം ഒരുപോലെയാണ്. എന്നാൽ നമ്മുടെ മനസ്സും മസ്തിഷ്കവും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇത് ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിവുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ നശിപ്പിക്കാനാവില്ലെന്ന് നമുക്ക് അറിയാം. എന്നാൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയനുസരിച്ച് ജീവിക്കുക ശ്രേഷ്ഠമാണ്. പ്രകൃതി നമ്മുടെ ജീവിതത്തെ സമതുലിതമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് കുറവും ഉണ്ടായാൽ പ്രകൃതി അത് നിവർത്തിക്കുന്നു. രാം നാരായണ രാം എന്ന ജപം ചെയ്യുമ്പോൾ നമുക്ക് ബഹിരാകാശത്തെ ഓർക്കാം. രാം എന്നാൽ ആകാശം. ആകാശത്ത് അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നാരായണ ആയി ചേരുന്നു. രണ്ടാമത്തെ രാം നിലനിൽക്കുന്ന എല്ലാ ജീവികളും ചെടികളും അണുക്കളും ഉൾക്കൊള്ളുന്നു. രാം നാരായണ രാം ജപം ചെയ്യുമ്പോൾ സൃഷ്ടിയിൽ ഉള്ള എല്ലാറ്റിനെയും നമസ്കരിക്കാം. ഈ മന്ത്രം മനുഷ്യരുടെ ജീവിതവും സമൂഹവും മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരും ധ്യാനത്തിൽ ശ്രദ്ധിച്ചാലേ ആത്മബലവും മനോബലവും വർദ്ധിക്കും. ധ്യാനം ഒരു ശബ്ദ ഊർജമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അനവധി ജീവാത്മാക്കളെ ഊർജ്ജസ്വലമാക്കുന്നു. ഇത് നമ്മെ ബലവാന്മാരാക്കി ആത്മവിശ്വാസവും ആശയവിനിമയവും നൽകുന്നു. ഈ ശബ്ദ ഊർജം പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പ്രകൃതി, ആകാശം, ബ്രഹ്മാണ്ഡം ഇവയെല്ലാം എല്ലാറ്റിനും മേലാണ്. രാം നാരായണ രാം എന്ന മന്ത്രത്തോടൊപ്പം നിങ്ങളുടെ ജീവിതവും മാറും. ഈ ദിവ്യമായ മന്ത്രം ജപിച്ച് അതിൻ്റെ മഹിമ സമൂഹത്തോട് പങ്കിടുക.